നമ്മളെല്ലാവരും ടെറാക്കോട്ട പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്, എന്താണ് ടെറാക്കോട്ട എന്നുള്ള ക്ലാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പണ്ട് കാലത്ത്, അതായത് കുറേ വർഷങ്ങൾ മുന്നേ, നമ്മൾ ഈ ചെളീനെ കൊണ്ട് കളിമണ്ണിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു മുഖമാണ് ടെറാക്കോട്ട. അതായത് നാച്ചുറലായിട്ടുള്ള നമ്മളെ പണ്ടത്തെ കളിമണ്ണ് തന്നെയാണ് കുറച്ചും കൂടി കെമിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലേ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ പിന്നെയും മുന്നോട്ടായിട്ട് പല ഡിസൈനിൽ നമ്മൾ ടെറാക്കോട്ട രൂപത്തിൽ പല മെറ്റീരിയലിൽ ചെയ്യുന്നത്, അതായത് ഫാൻസിയിലാവട്ടെ പല മെറ്റീരിയൽ ഫ്ലവർ മേക്കിങ്ങിലാവട്ടെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ വെറും കളിമണ്ണ് കൊണ്ട് ആ ഒരു കുടുക്ക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ കുറച്ചും കൂടി മോഡലായിട്ട് നമ്മൾ ഫാൻസിയിൽ യൂസ് ചെയ്യുന്ന, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കമ്മലാവട്ടെ അല്ലെങ്കിൽ മാല, അതും അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ പോട്ട് ഡിസൈനിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ക്ലേ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലേനെ പരിചയപ്പെടുത്തി തരാം. ക്ലേ 3 തരത്തിലുണ്ട്. നാച്ചുറലായിട്ടുള്ള ക്ലേ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പോളിമർ ക്ലേ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എയർ ക്ലേ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നാച്ചുറൽ എന്നുള്ളത് നമ്മൾ സാധാരണ മണ്ണ്, കളിമണ്ണ് എന്താണോ സെയിം ആസ് അത് തന്നെയാണ് വരുന്നത്. പോളിമർ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഡ്രൈ ആവും. അതായത് നാച്ചുറൽ ക്ലേ ആകുമ്പോൾ നമ്മളത് ഈ ഉണക്കിയെടുക്കാൻ, മൺകുടങ്ങൾ നമ്മൾ കാണില്ലേ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്ന വെയിലിന് വെച്ചിട്ട് അത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈ ആക്കേണ്ട ആവശ്യം അധികം വരുന്നില്ല. ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഇതിപ്പോൾ നാച്ചുറലല്ല പോളിമർ ക്ലേ ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ എയർ ക്ലേ എന്നുള്ളത്, അതായത് നമ്മൾ ഈ എയറിൽ വെച്ചിട്ട് കൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആകുന്ന ക്ലേ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ചെറുതിൽ നമ്മൾ മണ്ണിൽ കളിച്ചിട്ടുണ്ടല്ലേ, അതേപോലെ തന്നെ ഒരു സാധനമാണിത് ഷൈലാക്കാട്ടും. അതിലെന്ന് വെച്ചാൽ നാച്ചുറലാണ്, ഇത് കുറച്ചും കൂടി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് പല രീതിയിൽ പല മെറ്റീരിയൽ, നമ്മൾ ഫാൻസി മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ കയ്യിൽ ക്ലേ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ നമുക്ക് എന്തെങ്കിലും ടൂൾസ്, എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന് അത്രക്കാർ നമ്മളെ സാധാരണ വർക്കിനെ പോലെ അത്രക്കാർ എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. കാര്യമായിട്ട് വേണ്ടുന്നത് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മോൾഡാണ്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ ടെറാക്കോട്ടയുടെ ചെമിക്കി എന്ന് പറയും, കമ്മലിൻ്റെ ആ ഒരു കൂട്, ആ ഒരു ഷേപ്പിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കാര്യമായിട്ടുള്ള ഡിസൈൻ തന്നെ ഇതാണ്. ബാക്കി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റാർ ഷേപ്പിലതും ലവ് ഷേപ്പിലത്, അങ്ങനെ ഓവൽ ഷേപ്പ്, അങ്ങനെ ഒരുപാട് ഷേപ്പിൽ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഇത് ഈ ഒരു ഇതിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ അതിന് കട്ടിങ്ങിനായിട്ട് എന്തെങ്കിലും ടൂൾസ്, ബ്ലേഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ടൂൾസ് വേണം. പിന്നെ നമുക്കതിനായിട്ടുള്ള സ്റ്റഡ്, കമ്മലുണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം. ജസ്റ്റ് നമ്മൾ ഒരു കമ്മലിനെ ആലോചിച്ചൊക്കെ മതി. ഹാങ്ങിങ് വേണം അല്ലേ. ഇപ്പോൾ സ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റഡിൻ്റെ ബേസ് വേണം. പിന്നെ അതിന് കുറച്ചും കൂടി ഷൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗുങ്കുരു പോലത്തുള്ള ഫാൻസി, ഇതിന് ഗുങ്കുരു എന്നാണ് പറയുക. ഈ ഗുങ്കുരു പോലത്തുള്ള കുറച്ച് ടൈപ്സ് സാധനങ്ങൾ വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ബീഡ്സ്, അതൊക്കെ നമ്മളെ ഐഡിയാസ് പോലെ ഇരിക്കും ടെറാക്കോട്ടയുടെ ഭംഗി. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്ലേ കിട്ടിയിട്ടില്ലേ, നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുക. അതായത് ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് വെള്ളം യൂസ് ചെയ്യാം. അതായത് ചില ക്ലേ ഇതിപ്പോൾ ടൈം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ടൈം കഴിഞ്ഞ് ക്ലേ ആകുമ്പോഴേ ഇത് ഡ്രൈ ആവാൻ ടൈം എടുക്കും. ഡ്രൈ ആവുകയില്ല, അത് കഴിഞ്ഞ് കുറച്ച് സമയം ലാസ്റ്റ് ചെയ്ത് നിൽക്കാതെ പൊട്ടിപ്പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം യൂസ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്താൽ, എല്ലാവരും മിക്സ് ചെയ്തെടുത്ത്, വെള്ളം വേണമെന്നില്ല, ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റഡാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റൊരു സ്റ്റഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് എത്രമാത്രം നമുക്ക് വലിപ്പം വേണമെന്നുള്ളത് ഇപ്പോൾ ചെറിയൊരു ഭാഗം എടുക്കുക. അതിനുശേഷം ഇത് റോൾ ചെയ്യുക നല്ലോണം, 2 കൈ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഈ അടിവശത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത് വേറെ ഒരു ടൂൾസും ഉപയോഗിക്കാണ്ട് സാധാരണ രീതി ചെയ്യുന്ന രീതിയായത്. വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ സാധാരണ രീതിയിൽ നല്ലോണം പ്രസ് ചെയ്യുക. ഈ ഒരു രീതി കിട്ടിയോ എല്ലാവർക്കും? നമുക്ക് എന്തിനൊരു അടിത്തറ വേണം, അല്ല ബേസിക്സ് വേണം. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കൂടി, അതായത് വേറെ ഒരു ടൂൾസും ഒന്നും ഉപയോഗിക്കാതെ സാധാരണ ഒരു റൗണ്ടിൽ ഇതെടുത്തല്ലോ, കൃത്യമായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കമ്മലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി. അപ്പോൾ ഇതിന് നമുക്ക്
സാധാരണ രീതി ചെയ്യുകയാണെങ്കിൽ സ്റ്റഡ് എന്ന് പറഞ്ഞ സംഗതി ഞങ്ങൾക്ക് ഇവിടെ ഫാൻസിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ പിന്നിൽ പ്രസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇത് ഡ്രൈ ആകുമ്പോൾ അതും കൂടെ ഡ്രൈ ആവും. അത് വെറും സാധാരണ രീതി മാത്രമാണെങ്കിൽ. ഇനി അത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാം? നമ്മളടുത്ത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ പെയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ, അതിൽ പേൾ കളേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പേൾ കളേഴ്സ് ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിക്ക് 2-3 ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിക്ക് പെയിൻറ്റ് ചെയ്യുക. അതിനുശേഷം അത് കുറച്ചും കൂടി ഭംഗിയാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പറഞ്ഞേ? എങ്ങനെ? പേൾ കൊണ്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്ന അപ്പോൾ എന്ന് വെച്ചാൽ ഈ ട്യൂബ്, ലോങ് ട്യൂബ്, സീക്വൻസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റോണ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് നടുക്ക് കൊടുക്കുക. ഒരു മോഡലായില്ലേ? ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബീഡ്സിനെ കൊണ്ട് ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പുള്ള പുറമേയുള്ള ഈ റൗണ്ട് ഷേപ്പുള്ള ഭാഗങ്ങൾ ബീഡ്സ് കുത്തി വെച്ചിട്ടാകുമ്പോൾ ചെയ്യാം അല്ലേ. അതെങ്ങനെയാണ് കുത്തി വെക്കുക? അതിനൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഐപ്പിന്. ഐപ്പിന് 2 തരത്തിലുണ്ട്. ഫ്ലാറ്റ് ഐപ്പിനുണ്ട്, ബെൻഡ് ഐപ്പിനുണ്ട്. ഫ്ലാറ്റ് എന്നുള്ളത് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളെ ഈ ആണി കാണുന്നില്ല അതുപോലെ ഉണ്ടാവും, ഒരു ഭാഗത്ത് ഫ്ലാറ്റായിട്ട് ഉണ്ടാവുക. ബെൻഡ് എന്നുള്ളത് ഒരു ഭാഗം എന്താ നേരെ വളഞ്ഞിട്ട്, അതാണ് ബെൻഡും ഫ്ലാറ്റും. അപ്പോൾ ആ ഐപ്പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബീഡ്സ് ഇതിനകത്തേക്ക് ഇങ്ങനെ കുത്തി ഇറക്കാൻ പറ്റും. ഈ ഐപ്പിനെ, ഫ്ലാറ്റ് ഐപ്പിനെ എന്ത് ചെയ്യുക? സെൻറ്ററിലേക്കൂടെ വേണം പ്രസ് ചെയ്യാൻ. കാരണം ഇത് ക്ലേ ആണ്, നേരെ പുറത്തേക്ക് വരും. ഇനി അടുത്തത്, ഇതിപ്പോൾ ഒരു മോഡലായി അല്ലേ. ഇനി ഇതേ കാര്യം തന്നെ എന്ത് ചെയ്യും? ഇതിൽ നമുക്ക് പല ഹാങ്ങിങ് ചെയ്യാൻ പറ്റും. ഹാങ്ങിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ബെൻഡ് ഐപ്പിൻ എന്ന് പറഞ്ഞ സാധനം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ബെൻഡായിട്ടുള്ള ഭാഗം മുകളിലേക്കാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ചെയിന് പോലെ എന്ത് ചെയ്യാം? ബെൻഡ് ഐപ്പിന് കോർത്ത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഹാങ്ങിങ് ഉള്ള ഒരു കമ്മലായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഹാങ്ങിങ് ഇല്ലാതെ സാധാരണ രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതേപോലെ ചെയ്ത പോലെ തന്നെ ചെയ്തു, എന്നിട്ട് അതിന് മുകളിൽ പെയിൻറ്റ് കൊടുത്തു, അത്രമാത്രം. ഇതിന് ഹാങ്ങിങ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ രീതിയിൽ ഫ്ലാറ്റ് ചെയ്യാം. സെയിം ആസ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ കമ്മൽ മാത്രം, ഇതേപോലത്തെ റൗണ്ടായിട്ടുള്ള മാല ചെയ്യാൻ പറ്റും അല്ലേ. പ്രീസെറ്റ് ചെയ്തൂടെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരു കാര്യം പഠിച്ചാൽ 2-3 വിധത്തിലുള്ള കാര്യം നമുക്ക് തന്നെ ഓൺ ഡിസൈൻ ചെയ്യാൻ പറ്റും. അടുത്ത ഭാഗത്തുള്ള ക്ലേ എടുക്കുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? നല്ല വൃത്തിക്ക് റോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിന് അച്ച് എന്ന് പറയും, അതല്ലെങ്കിൽ ഇതിൻ്റെ മോഡ് എന്ന് പറയും. അതും അല്ലെങ്കിൽ എന്തു പറയും? പറയൂ. ഫ്രെയിം എന്ന് പറയില്ലേ? അപ്പോൾ നമുക്കിതിൽ പല സൈസസ് വരുന്നുണ്ട് അല്ലേ. ചെറുത് മുതൽ ഏറ്റവും ടോപ്പ് വലിപ്പമുള്ള കമ്മലിൻ്റെ ആ ഒരു ബേസ് വരെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ നിങ്ങൾക്ക് കമ്മലിൻ്റെ വലിപ്പം, എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക.